കഴിഞ്ഞ ദിവസം വന്ന ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കൊല്ലം തെന്മലയിലെ അഭയകേന്ദ്രത്തിലെ പീഡനം. ആ പരാതിയിൽ വിശദമായ അന്വേഷണം നടത്താനൊരുങ്ങുകയാണ് പോലീസ്. മുൻ അന്തേവാസികളും സമാന പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. ഇന്ന് സ്ഥാപനത്തിൽ വയോജന കമ്മീഷൻ പരിശോധന നടത്തിയേക്കും. മണ്ഡലത്തിലെ അഭയകേന്ദ്രങ്ങളുടെ ലൈസൻസ് പരിശോധിക്കാൻ നിർദ്ദേശം നൽകി പുനലൂർ MLA അജയപ്രസാദ്. സൂര്യഗായത്രി വിവരങ്ങളുമായി ചേർന്നു. സൂര്യ, രാത്രി വയോധികരെ, പ്രായമുള്ള അമ്മമാരെ ക്രൂരമായി മർദ്ദിക്കുക, ചെയ്യാവുന്ന ഉപദ്രവങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ആ സ്ഥാപനത്തിന്റെ പേരാണ് കോമഡി അഭയകേന്ദ്രം. സൂര്യ, ഹഷ്മി, അമൃത, ഒരു അഭയകേന്ദ്രത്തിൽ വയോജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്ന അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും സംഭവത്തിൽ വിശദമായിട്ട് അന്വേഷിക്കാനാണ് തെന്മല പോലീസ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ പ്രതിയായിട്ടുള്ള അഞ്ചൽ സ്വദേശി ബ്രഹ്മദാസിനെ ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്യും. അതിനുശേഷം ഇവിടെ നേരത്തെയും സ്ത്രീകളുണ്ടായിരുന്നു. അവർക്കും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഉടമയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ അവിടെ മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്കാണ് ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനവും പീഡനവും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലടക്കം കൃത്യമായിട്ട് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഈ പുനർജനി എന്ന് പറയുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു സ്ഥാപനമാണ് എന്നുള്ള കണ്ടെത്തൽ കൂടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഈ അന്തേവാസികൾ താമസിച്ചിരുന്നത് പരിതാപകരമായ സാഹചര്യത്തിലായിരുന്നു എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ഈ ആശാവർക്കർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ ഈ സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ അയാൾ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ നിന്നും ഇന്നലെ വന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അവരുടെ ഭാഗത്തടക്കം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ മണ്ഡലത്തിലെ മറ്റ് അഭയ കേന്ദ്രങ്ങളുടെ ലൈസൻസ് കൃത്യമായിട്ട് പരിശോധിക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ വിലയിരുത്താനുള്ള നിർദ്ദേശം MLA അജയപ്രസാദിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട് എന്നതുകൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്നിപ്പോൾ സ്ഥാപനത്തിൽ വയോജന കമ്മീഷൻ പരിശോധന നടത്തിയേക്കാം എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി UDF സർക്കാർ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയൊരു അതിക്രമം വയോജനങ്ങൾക്ക് നേരെ നേരിട്ടു എന്നുള്ള സംഭവം പുറത്തു വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് പരിശോധന നടത്തുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കുറച്ചുകൂടി ആഴത്തിലെ പരിശോധന ഉണ്ടാവുമോ? കാര്യം അവിടെ നേരത്തെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മരണം ഏത് രീതിയിൽ, ഇത്തരത്തിൽ പീഡനത്തിന്റെ ഭാഗമായി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കുറച്ചുകൂടി വിശദമായ അന്വേഷണം അതിൽ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ. സൂര്യ, ഹഷ്മി, വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ പുരുഷന്മാരും, അതായത് 7 പുരുഷന്മാരും 3 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 2 സ്ത്രീകൾക്കാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് മർദ്ദനവും പീഡനവും ഒക്കെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ച വിവരമാണ്. അതിൽ മുൻപ് നേരത്തെ ഉണ്ടായിരുന്നവർക്കും സമാന രീതിയിലുള്ള ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പീഡനം നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ള അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ഇയാളുടെ ഭാര്യയാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏപ്രിൽ 25-ന് ഭാര്യ മരിച്ചതിന് ശേഷമാണ് ഇയാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആ സ്ഥാപനത്തിൽ അരങ്ങേറിയത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാളുടെ ഭാഗത്ത് നിന്ന് മുൻപും, ഈ ഭാര്യ ഉണ്ടായിരുന്ന സമയത്താണെങ്കിൽ പോലും മുമ്പും ഇത്തരത്തിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്ന അന്തേവാസികൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ പോലീസ് പരിശോധന നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ആ സ്ഥാപനത്തിൽ ഉള്ളവർ പഞ്ചായത്തിന്റെ സംരക്ഷണത്തിലാണുള്ളത്. അവരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസത്തേക്ക് കൂടി അവർക്ക് ഭക്ഷണം അവിടെ സ്ഥാപനത്തിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ചയോടെ ഇവരെ മറ്റ് ഈ അഭയ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വിശദമായിട്ട് അന്വേഷിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വയോജനങ്ങളെ എന്തായാലും അത് ആരോരുമില്ലാത്ത മനുഷ്യരാണ് വയോധികരെ കൊണ്ടിട്ട് അങ്ങേയറ്റം ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.